ഓർമ്മകൾ കറക്റ്റ് സമയത്തും അത് ശരിയായ രീതിയിൽ വന്നില്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. ഈ ട്രെയിൻ യാത്രാ കഥയിലൂടെ പറയുന്നതും അത്തരമൊരു സംഭവമാണ്. ഒരിക്കൽ ഒരു ട്രെയിൻ യാത്ര നടത്തുകയായിരുന്നു മാധവൻ എന്ന ഈ 62 വയസ്സുള്ള മനുഷ്യൻ. ആ സമയത്ത് പുള്ളിക്കാരന് ട്രെയിനിലെ ടോയ്ലറ്റിൽ പോകേണ്ടതായി വന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പുള്ളിക്കാരൻ്റെ ബാഗ് ആരെ ഏൽപ്പിക്കും? കൊണ്ടുപോകാൻ പ്രയാസമാണ്. കാരണം ട്രെയിനിലെ ടോയ്ലറ്റൊക്കെ നമുക്ക് അറിയാമല്ലോ, തീരെ നിവൃത്തിയില്ലെങ്കിൽ കൊണ്ടുപോകാം, അത്ര തന്നെ. അങ്ങനെ പുള്ളിക്കാരൻ കമ്പാർട്ട്മെൻറ്റിൽ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവരിൽ കൂടുതലും ഒരു ക്രിമിനൽ ലുക്ക് ഉള്ളവരായി തോന്നുകയാണ്. അപ്പോഴാണ് അതിൽ ഒരു നിഷ്കളങ്ക മുഖമുള്ള മലയാളിത്തമുള്ള ഒരു ചെറുപ്പക്കാരനെ കാണുന്നത്. പിന്നെ ഒട്ടും ആലോചിക്കാതെ പുള്ളിയെ ബാഗ് ഒന്ന് ഏൽപ്പിച്ചിട്ട് മാധവൻ വാഷ്റൂമിലോട്ട് പോയി. പക്ഷേ അവിടെ വാഷ്റൂമിൽ തിരക്കുള്ളത് കാരണം മാധവന് കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടതായി വന്നു. ആ സമയത്താണ് മാധവൻ കുറച്ചു മുൻപ് താൻ ബാഗ് ഏൽപ്പിച്ചിട്ട് വന്ന യുവാവിനെ എവിടെയോ കണ്ട പരിചയമുള്ളതായി ഓർമ്മ വന്നത്. അതേക്കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു സംഭവം മാധവൻ്റെ ഓർമ്മയിൽ വന്നത്. അതായത് മാധവൻ ഒരു റിട്ടയർ പോലീസുകാരനാണ്. അദ്ദേഹം പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് 2 വർഷം മുൻപ് ഒരു രാത്രിയിൽ ട്രെയിൻ മോഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ കോൾ വരുന്നു. ട്രെയിൻ പാലക്കാട് അതിർത്തിയിൽ വേഗത കുറയുന്ന തക്കം നോക്കി സ്ഥിരമായി മോഷണം നടത്തുന്ന ഒരു വിരുദ്ധൻ. അവൻ റെയിൽവേ പോലീസിനും കേരള പോലീസിനും സ്ഥിരം തലവേദനയായിരുന്നു. ഒടുവിൽ അവനെ മാധവൻ പിടിച്ചു. ആ പുള്ളിക്കാരൻ്റെ മുഖഛായയാണ് മാധവൻ നേരത്തെ ബാഗ് ഏൽപ്പിച്ച യുവാവിനുള്ളതെന്ന് ഒരു ഞെട്ടലോടെയാണ് മാധവൻ മനസ്സിലാക്കിയത്. ഉടൻ തന്നെ വാഷ്റൂമിൽ പോകാതെ മാധവൻ കമ്പാർട്ട്മെൻറ്റിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, ആ ചെറുപ്പക്കാരനൊഴിച്ച് ബാക്കി എല്ലാവരും കമ്പാർട്ട്മെൻറ്റിലുണ്ട്. ആ സമയം ട്രെയിൻ ഏതോ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുവാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കി പുറത്തേക്ക് നോക്കിയ മാധവൻ തൻ്റെ ബാഗുമായി ദൂരേക്ക് ഓടിമറയുന്ന യുവാവിനെ കണ്ടു. അപ്പോൾ ഒരു നെഞ്ചിടിപ്പോടെ പുള്ളിക്കാരന് ഉറപ്പായി അത് താൻ മുൻപ് അറസ്റ്റ് ചെയ്ത ട്രെയിൻ മോഷ്ടാവായിരുന്നു എന്ന്. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഓർക്കേണ്ടത് ഓർക്കേണ്ട സമയത്ത് ഓർക്കണമല്ലോ, അല്ലെങ്കിൽ ഏത് പോലീസുകാരനും അബദ്ധം പറ്റും. ഇങ്ങനെ ആലോചിച്ചു മാധവൻ നിൽക്കുമ്പോൾ അതാ നേരത്തെ തൻ്റെ ബാഗുമായി ഓടിമറഞ്ഞ ആ ചെറുപ്പക്കാരൻ തിരികെ ഓടി വരുന്നു. അപ്പോഴേക്കും ട്രെയിൻ നീങ്ങിത്തുടങ്ങിയിരുന്നു. എങ്കിലും അയാൾ വേഗത്തിലോടി തൻ്റെ കയ്യിലെ ബാഗ് മാധവനെ തിരിച്ചേൽപ്പിച്ചു. സംഗതി എന്താണെന്നല്ലേ? മോഷ്ടിച്ച ബാഗുമായി ഓടുന്നതിനിടയിലാണ് ചെറുപ്പക്കാരനും മാധവനെ ഓർമ്മ വന്നത്. മാധവൻ തന്നെ പിടിച്ചിട്ടുള്ള പോലീസുകാരനാണെന്നും അതുകൊണ്ട് തൻ്റെ താവളവും രീതിയുമൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് ബാഗ് കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് പുള്ളിക്കും മനസ്സിലായി. അതായിരുന്നു ബാഗ് തിരിച്ചോടി വന്ന് ഏൽപ്പിക്കാൻ കാരണം. ഏതായാലും ഇത്തിരി വൈകിയാലും 2 പേർക്കും 2 പേരെയും പരിചയം വന്നതുകൊണ്ട് കുറച്ച് ഓടേണ്ടി വന്നെങ്കിലും ഈ ട്രെയിൻ യാത്രാ കഥയിൽ തൽക്കാലം ആർക്കും ഒരു നഷ്ടവും വന്നില്ല എന്ന് സമാധാനിക്കുക.